ഇപ്പോൾ അപർണ കുറുപ്പ് തന്നെ ചേരുന്നുണ്ട്. അപർണ, നമ്മൾ കണ്ടതാണ് തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിനായകൻ മറ്റുള്ളവരെ, അതായത് മഹാത്മജിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, VS അച്യുതാനന്ദനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഏറ്റവും ഒടുവിൽ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ആക്ഷേപിക്കുന്നു, അങ്ങേയറ്റം വൃത്തികേട് പറയുന്നു. പക്ഷേ ആരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയില്ല, പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. ഇന്ന് ന്യൂസ് 18 ഈ വിഷയം വിശദമായി ഇന്ന് അപർണ ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ 23 മിനിറ്റ് മുൻപ് വിനായകന്റെ ഫേസ്ബുക്കിൽ ആ പേജിൽ അപർണയുടെ ഒരു ചിത്രം മാത്രം പങ്കുവെച്ചിട്ടുണ്ട്, മറ്റൊന്നും എഴുതിയിട്ടില്ല. ഒരുപക്ഷെ എന്തായിരിക്കാം ഇയാളെ പ്രകോപിപ്പിച്ചത്? അങ്ങനെ ഒരു വിമർശനം അപർണയുടെ ഭാഗത്ത് നിന്ന് വിനായകനെതിരെ ഉയർന്നിരുന്നോ? ടോം, ആ ചിത്രം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഈ തരത്തിലുള്ള അസഭ്യ പോസ്റ്റുകൾ ഇടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നാക്ക വിഭാഗങ്ങളോടുള്ള ഐക്യപ്പെടലല്ല, മറിച്ച് ഇതൊരു മാനസിക രോഗമാണ്, മിനിമം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റെങ്കിലും കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിലെ ഒരു സ്ക്രീൻ ഷോട്ടാണ് വിനായകനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത് അത് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും അതൊരു അസഭ്യം നിറഞ്ഞ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും വിനായകനെ പോലെയുള്ള ഒരാളിൽ നിന്ന് ഇത് വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നലെ പറഞ്ഞ വീഡിയോ, ഇന്ന് നടന്ന ചർച്ചയ്ക്ക് ഉപരി വിനായകനെ പ്രകോപിപ്പിച്ചത് ഇന്നലത്തെ വീഡിയോ ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ നമ്മളൊരു മാധ്യമപ്രവർത്തക എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിലോ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് സമൂഹത്തോടുള്ള ഒരു മിനിമം ഉത്തരവാദിത്തമെങ്കിലുമാണ്. ആ തരത്തിലാണ് വീഡിയോ ചെയ്തത്. മാത്രമല്ല, ഇതിൽ വിനായകൻ ഇങ്ങനെ ഒരു അസഭ്യ പോസ്റ്റ് ഇടുകയും അതിൽ ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത, ടോമ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞത്, പുറത്ത് ഇറങ്ങി പറഞ്ഞാൽ കണ്ണടച്ച് തല്ല് കിട്ടാൻ സാധ്യതയുള്ള അത്രയും വലിയ വഷളത്തരം, അശ്ലീലം എന്ന് പറയണം, ആ അശ്ലീലമാണ് വിനായകൻ ആ പോസ്റ്റിൽ പറഞ്ഞത്. അതിന് ലൈക്ക് അടിക്കാനും അത് ഷെയർ ചെയ്യാനും അത് അനുകൂലിക്കാനും ഒരുപാട് പേര് ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു സൈബർ പക്ഷമാണോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികളാണോ ഇങ്ങനെ ഒരു സൈബർ പക്ഷമായിട്ട് വരുന്നത് എന്നുള്ളൊരു വിമർശനം ആ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. ഇതിലൊരു വലിയ വിഷയം എന്ന് പറയുന്നത്, അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിൽ പുഷ്പാവതി പൊയ്പാടത്ത് പോലെ ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ഇതിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സന്ദേശം ഈ സമൂഹത്തിന് കിട്ടിയതാണ്. ആ സന്ദേശത്തിനൊപ്പം ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നിന്നപ്പോൾ അത് മുഴുവൻ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ വിനായകൻ്റെ ഭാഗത്തുനിന്നുണ്ടാക്കിയത്. പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാർക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ ഐക്യപ്പെടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നതെങ്കിൽ അവർ നടത്തുന്ന ശ്രമങ്ങളെ മുഴുവൻ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കല്ല, എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ മൂവ്മെൻറ്റുകളെയും റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു പാഴ്വേല വിനായകൻ കാണിക്കുകയാണ്. അതാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അയാൾക്കതിൽ പ്രകോപനമുണ്ടാകും. ഇതിനു മുൻപും നമുക്കറിയാം, ദിനുവയിലടക്കമുള്ള ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ വിനായകനെതിരെ കേസ് കൊടുത്തതാണ്. ആ കേസ് കൊടുത്തത് പോലും ദളിത് കുട്ടികൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വിനായകനെ വിളിക്കുമ്പോൾ വിനായകൻ വളരെ മോശം രീതിയിൽ ഈ ആക്ടിവിസ്റ്റുകളോട്, ലൈംഗിക ചുവയോടുകൂടി ദിനുവയിലടക്കമുള്ള ആക്ടിവിസ്റ്റുകളോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റിൽ അത്ഭുതപ്പെടാനില്ല. ഏതെങ്കിലും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ എല്ലായ്പ്പോഴും നടത്തുന്ന ഒരാളാണ് വിനായകൻ. അതല്ലാതെയും വളരെ മോശം ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് വിനായകൻ. അശ്ലീല പ്രദർശനം നടത്തിയാൽ അതുപോലും സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ പച്ചയായ മനുഷ്യൻ ഇങ്ങനെ ചില പച്ചയായ ഭാഷകളും പച്ചയായ ദൃശ്യങ്ങളുമൊക്കെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരാളാണ് വിനായകൻ. പക്ഷേ ഇത്തവണ ഇത് ഒരു പരിധി കടന്നിരിക്കുന്നു. ഇത് നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. നിയമ നടപടികൾ ഉണ്ടാകണം. യൂത്ത് കോൺഗ്രസ് നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരുപാട് കേസുകളുണ്ട്. ഇത് വിനായകനെ ഉയർത്തിപ്പിടിച്ച് നടക്കാതിരിക്കാൻ എല്ലാ ഇടതുപക്ഷ അനുകൂലികളും എന്ന് പറയുന്നില്ല. പക്ഷേ സൈബർ ഭാഗത്ത് അങ്ങനെ ഒരു അനുകൂലവാദികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഗുണകരമാക്കുക, ഏത് പുരോഗമനവാദമാണ് വിനായകൻ്റെ ഭാഗത്ത് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. സ്വാഭാവികമാണ് ഇത് ഈ ഒരു പ്രകോപനം കൊണ്ടായിരിക്കണം ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. ഏതായാലും വിനായകനെതിരെ പരാതി, നുസൂർ അടക്കം നൽകിയ പരാതി അവിടെ നിൽക്കുകയാണ്. ഇത് പുതിയ കാര്യമല്ല. കാര്യങ്ങൾ തുറന്ന് പറയുന്നിടത്ത് ഈ രീതിയിൽ മോശം പരാമർശം അല്ലെങ്കിൽ മോശം തരത്തിൽ അതൊരു ലക്ഷ്യത്തിൽ ഒരു ചിത്രം ഇടുകയാണെങ്കിലൊന്നും നമുക്ക് പറയാനുള്ളതിലൊന്നും നമ്മൾ പിറകിലോട്ട് പോവുകയുമില്ല. ടോം, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇയാൾ വൃത്തികേടാണ് പറഞ്ഞെങ്കിൽ വൃത്തികേട് തന്നെ എന്ന് നമുക്ക് തുറന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ അപർണയെക്കുറിച്ച് മറ്റ് പരാമർശങ്ങൾ ഇല്ലെങ്കിൽ പോലും
ആ ഫോട്ടോ അതിൻ്റെ അകത്ത് അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യക്ഷത്തിൽ ഒരു അധിക്ഷേപം ഒന്നുമില്ലാത്ത രീതിയിലുള്ള ചിത്രമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പൊതുശല്യമായി മാറുന്ന വിനായകനെതിരെ അവിടെ ഇരവാദം മുഴക്കുന്ന, അല്ലെങ്കിൽ അയാളൊരു ദളിതുവാദം മുഴക്കുന്നു, ഇയാൾ എന്ത് വൃത്തിയോട് പറഞ്ഞാലും അത് അയാളുടെ ഒരു പശ്ചാത്തലമാണ് അതിനൊക്കെ കാരണം. ഇതുപോലെ ഈ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ വളരെ ഒരു മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും എന്ന രീതിയിൽ ഇപ്പോഴും ഇന്നലത്തെ ആ പോസ്റ്റിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിൽ പലരും പ്രതികരിക്കുന്നതായി കേട്ടു. പക്ഷേ എന്ത് പ്രിവിലേജാണ് ഇവിടെ ഒരു സിനിമാ താരം ആർക്കെതിരെ അധിക്ഷേപം നടത്തിയാലും, അടൂർ ഗോപാലകൃഷ്ണൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വിനായകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമാ താരം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെങ്കിൽ പോലും ഇത്തരം പീഡന പരാതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കൊരു സിനിമാ മേഖലയിലുള്ളവർക്ക് എന്തോ ഒരു പ്രിവിലേജ്. നമുക്ക് മുകേഷിനൊക്കെ കോടതിയിൽ പോയി ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം പോലും നമ്മുടെ നിയമ സംവിധാനം ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുക്കുന്നു. അത്തരം ഒരു പ്രിവിലേജ് എന്തിനാണ് ഇതുപോലുള്ള സിനിമാ നടന്മാർക്ക്, താരങ്ങൾക്ക് നൽകേണ്ടത്? ടോം, നേരത്തെ ഇത് ആദ്യത്തെ കേസല്ല വിനായകനെതിരെ വരുന്ന പല കേസുകളും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇത് ചർച്ച നടന്ന സമയത്തും ഈ കേസുകൾ തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ്. കലാകാരനാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രിവിലേജും എടുക്കാമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ? അപ്പോൾ ആ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സ്ത്രീ സംരക്ഷണ പ്രവർത്തകരാണെങ്കിലും ആക്ടിവിസ്റ്റുകളും അതിനൊപ്പം നിൽക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഈ വിനായകൻ നടത്തിയ പല മോശം കാര്യങ്ങൾക്കും ഇടതുപക്ഷത്തിൻ്റെയും പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എവിടെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നിയന്ത്രിക്കേണ്ടത്, എവിടെയാണ് ഇടപെടേണ്ടത് എന്ന് തീരുമാനിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകൾ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. മലയാള സിനിമയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. മലയാള സിനിമാ മേഖലയിൽ നിന്ന് തൽക്കാലം ആരും ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ഇരവാദം, എന്തൊക്കെ തരത്തിലുള്ള കഥകളും പോസ്റ്റുകളൊക്കെ ആയിരിക്കും വിനായകനിൽ നിന്ന് അവർക്ക് ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പല്ലേ? അത് ആ ഒരു ജീവഭയം കൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ഒരു പൊതു ശല്യമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ സംഘടനകളാണ്. ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ തണലിലാണ് ഈ വളരുന്നതെങ്കിൽ ഇതിങ്ങനെയല്ല. വ്യക്തമാണ്. അപർണ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പോലീസും രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഇവിടുത്തെ ഭരണകൂടവും ഇടപെടേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതുപോലെ ഇയാൾക്ക് എന്ത് വൃത്തികേടും പറയാവുന്ന ഒരു സാഹചര്യം, അത് ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇയാളുടെ പൊതു മേഖലയിലായിക്കോട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഇതിൽ നിരവധി മനുഷ്യർക്ക് ഇതിന് മറ്റു രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. സാധാരണക്കാരായിട്ടുള്ളവർ, സ്ത്രീകളൊക്കെ ഇത് കാണാനുള്ള ഇന്നത്തെ വൃത്തികേടൊക്കെ അത് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രദർശിപ്പിക്കാനും പോലും കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റം അസഭ്യവാക്കുകളായിരുന്നു വിനായകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.